സഹോദരൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ 4 ആണുങ്ങളും 2 പെണ്ണുമാണുള്ളത്. ഉപ്പയുടെ സ്വത്ത് ആണോഹരിയും പെണ്ണോഹരിയും വിഹിതം വെച്ചു. അതിൽ സ്ഥലത്തിൻ്റെ മൂല്യം നോക്കുമ്പോൾ കൂടുതലുള്ളവർ കുറവുള്ളവർക്ക് അത് പണമായി നൽകാനും തീരുമാനമായി. അങ്ങനെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ അനിയനും ജ്യേഷ്ഠനും കൂടി 1,60,000 രൂപ പണമായിട്ട് കിട്ടാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് 2 ഭാര്യമാരുണ്ടായതിനാൽ അവരുടെ ഉമ്മയിലുള്ള മക്കൾക്കുള്ള സ്വത്തും മറ്റേ ഉമ്മയിലുള്ള മക്കൾക്കുള്ള സ്വത്തും 2ആക്കി ഭാഗിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉമ്മയിലുള്ള മക്കൾക്കുള്ള സ്വത്തുക്കൾ സൗകര്യത്തിന് വേണ്ടി 2 ജ്യേഷ്ഠന്മാരുടെ പേരിൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവർ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതിൽ പാടശേഖരം ചെറിയ ജ്യേഷ്ഠൻ്റെ പേരിലും പറമ്പ് വലിയ ജ്യേഷ്ഠൻ്റെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തത്. പറമ്പ് ഓഹരി വെക്കുകയും പാടശേഖരം വിറ്റ് കിട്ടുന്ന ക്യാഷ് എല്ലാവർക്കും ആണോഹരി പെണ്ണോഹരി രീതിയിൽ വീതം വെക്കാമെന്നുമാണ് അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ചെറിയ ജ്യേഷ്ഠനോട് പാടം വിറ്റതിൻ്റെ ഓഹരി ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, അത് പെങ്ങന്മാർക്ക് വീട് വെക്കുന്നതിന് വീട് പണിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഹരി ചോദിച്ചപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞത്, അതും നിൻ്റെ ഓഹരിയും എന്ത് ചെയ്തിട്ടുണ്ട്, പെങ്ങന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ പറമ്പ് വിൽക്കുമ്പോഴാണ് നിൻ്റെ ഓഹരി അതിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് ഇദ്ദേഹം അറിയാതെയാണ് പെങ്ങന്മാർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഓഹരി അവർക്ക് സഹായമായി ചെയ്തത്. വർഷങ്ങളോളം ജ്യേഷ്ഠൻ ഈ പാടം അതിൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹമാണ് അനുഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഉപ്പാൻ്റെ സ്വത്തിൻ്റെ അവകാശം ഇയാൾക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. ഈ ഒരു നടപടി അനീതിയല്ലേ, അതല്ല ഇയാൾ ചെയ്തത് ശരിയാണോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇസ്ലാമിക അനന്തരാവകാശ പ്രകാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അവകാശികൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഓഹരി പ്രകാരം ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ സംഭവിച്ചത്, ഒരു സഹോദരൻ അതല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരെല്ലാവരും കൂടി തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓഹരിയെ ചില സഹോദരന്മാരുടെ പേരിൽ എഴുതി വെക്കുകയും പിന്നീട് ആവശ്യമുണ്ടാകുന്ന സമയത്ത് അത് മാറ്റി എഴുതാമെന്ന രൂപത്തിൽ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ ആ പഠിപ്പിച്ചു തരുന്ന വഴിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന മക്കൾ, ഭാര്യമാർ, അവർക്ക് ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങൾ അത് എപ്രകാരമാണോ നൽകേണ്ടത് അത് കൃത്യമായി നമുക്ക് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അവരവരുടെ പേരിൽ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കുന്നതിനോ മറ്റോ യാതൊരു തടസ്സവും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാം പറയാത്ത വഴികൾ ആ രംഗത്ത് സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി രണ്ടാമത്തത്, ഒരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ പേരിലായിക്കൊണ്ടുണ്ട് എങ്കിൽ ആ സ്വത്തിനെ അയാളുടെ സമ്മതമില്ലാതെ കൈകാര്യം ചെയ്യുവാനോ അതിൽ ക്രയവിക്രയങ്ങൾ നടത്താനോ ഒന്നും പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലപ്പോൾ സ്വത്ത് ഉള്ളത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിലോ അതിൽ മറ്റൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ എളുപ്പം നടക്കാൻ വേണ്ടി നാട്ടിലുള്ള ആളുകളുടെ പേരിലേക്ക് സ്വത്ത് എഴുതി വെക്കുന്ന രീതികളൊക്കെ ഉണ്ടാവും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവിടെ ഒരു കാര്യസ്ഥന്റെ റോളിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ സ്വത്ത് ആര് കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമയോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. രണ്ടാമത് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും തന്നെ അനന്തര സ്വത്ത് അത് അനന്തരാവകാശികൾക്ക് ലഭിക്കാത്ത രൂപത്തിൽ കുറേ കാലം വെച്ച് എൻ്റെ കൈവശം വെക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കൈവശം വെക്കുക, അതിൽ നിന്നുള്ള വരുമാനങ്ങൾ മുഴുവൻ ഒരാൾ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത് ഹറാമായ നിലക്ക് ഭക്ഷണം കഴിക്കുന്ന അതല്ലെങ്കിൽ സമ്പാദിക്കുന്ന ഇനത്തിലാണ് പെടുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇദ്ദേഹം ചോദിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അതാത് അവകാശികളുടെ സ്വത്ത് അത് അവരവരുടെ പേരിലേക്ക് അത് എഴുതി കൊടുക്കുകയും
അതോടൊപ്പം തന്നെ അത് സ്വതന്ത്രമായി കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.